സംസ്ഥാനത്തെ ആരോഗ്യമേഖല അവതാളത്തിലാകുമ്പോൾ നിസ്സംഗത തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്നുമുള്ള പതിവ് പല്ലവി മാത്രം. അടിക്കടിയുള്ള വിവാദങ്ങൾ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളിൽ വിശദീകരണം നൽകാൻ പ്രയാസപ്പെടുകയാണ് ആരോഗ്യവകുപ്പ്. വണ്ടാനത്തെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെയായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. പതിവ് പല്ലവി പോലെ മെഡിക്കൽ ബോർഡ് രൂപീകരണവും സസ്പെൻഷനും. ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ, വീട്ടിൽ പോയി കണ്ടു, പല പ്രാവശ്യം കണ്ടു, പക്ഷെ ആളെ ഓർമ്മയില്ല, കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. ആരോഗ്യമേഖലയിൽ അടിക്കടി ഉണ്ടാവുന്ന ചികിത്സാ വീഴ്ചകളും മന്ത്രി സമ്മതിച്ചു. അർഷീനയാകട്ടെ, ഇപ്പോൾ 3 കേസാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ അറിവിലുള്ളത്. ഒന്ന് അർഷീനയുടെ, പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, അതും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു കത്രിക വെച്ചതായിട്ട് പത്രങ്ങളിൽ കണ്ടു. 3ാമത്തേത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ. കോഴിക്കോട് സ്വദേശി ഹർഷിനിക്ക് ചെയ്യേണ്ട സഹായമെല്ലാം ചെയ്തുവെന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. അവൾക്കൊപ്പം എന്ന് പറഞ്ഞ മന്ത്രി തനിക്കൊപ്പം നിന്നുവോ എന്ന് വിശദീകരിക്കണമെന്നും വണ്ടാനത്തേത് തനിക്ക് സമാനമായ അനുഭവമെന്നും ഹർഷിന പ്രതികരിച്ചു. പ്രത്യേക ഒരവസ്ഥ, ആ ഒരു വേദനയിലേക്ക് വീണ്ടും തിരിച്ചുപോയ പോലെ. അപ്പം ഇത്രയും അനാസ്ഥകൾ സംഭവിച്ചിട്ടും ആർക്കും ഒന്നും അത് സംഭവിക്കുന്നില്ല എന്നാൽ അതിനൊരു നടപടി എടുക്കാത്തിടത്തോളം കാലം ഇത് തുടർക്കാതെ ആവുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മൾ തന്നെ ഈ ഒരു ഇത്രയും വലിയ ദുരിതം അനുഭവിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന ആരോഗ്യമന്ത്രി നമ്മളുടെ അടുത്ത് വന്ന് ഉറപ്പ് തന്ന് പോയി. ഇപ്പോഴും 4ാമത്തെ വർഷമാണ്, ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. 8-9ാമത്തെ വർഷത്തോളമായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് കാരണം ഞാൻ രോഗിയാണ്, അതിനുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചികിത്സ കിട്ടാതെ മരിച്ച കൊല്ലത്തെ വേണുവിന്റെ കുടുംബവും ആരോഗ്യവകുപ്പിനെതിരെ രംഗത്ത് വന്നു. അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്നും നീതി ലഭ്യമായില്ലെന്നും ഭാര്യ സിന്ധു വ്യക്തമാക്കി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും വന്ന് അന്വേഷിച്ചു, എല്ലാ റിപ്പോർട്ടും എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നിൻ്റെയും ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു, ഇത് ഇട്ടരച്ച് ഇങ്ങനെ അങ്ങ് ഈ ഒരു കാലയളവിൽ ഇതിങ്ങനെ അങ്ങ് പോകും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇപ്പോഴും കറക്റ്റായിട്ട് എങ്ങും എത്തിയിട്ടില്ല. കാരണം പുള്ളി മരിച്ചിട്ട് 3 മാസമായി, മരണമൊഴി കൊടുത്തു, എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഈ ഒരു സംഭവം. നവംബർ 5-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് വീണു മരിച്ചത്. ആരോഗ്യ കേരളം നമ്പർ 1 എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ഇത് നമ്പർ 1 എന്ന് ചോദിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സംഭവങ്ങളും നടക്കുന്നത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വനവാസി യുവതിയുടെ കുഞ്ഞു മരിച്ചത് വലിയ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തിയത്. ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് വെറും സ്ഥലം മാറ്റ നടപടി മാത്രം. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പിന്നീട് സസ്പെൻഡ് ചെയ്തത്. 24 മണിക്കൂർ ആദ്യ കൺമണിയുടെ മൃതദേഹവും കൊണ്ട് ആ അച്ഛനും അമ്മയും നടത്തിയത് ഒരു പോരാട്ടമായിരുന്നു. വിളപ്പിൽശാലയിലെ ബിസ്മിറിന്റെ മരണവും ആരോഗ്യമേഖലയുടെ അനാസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ആളുകൾക്ക് ആശുപത്രിയിൽ പോകുവാൻ തന്നെ ഭയം ജനിപ്പിക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ ന്യായീകരണവും വലിയ വിമർശനത്തിന് ഇടയാക്കുകയാണ്. ജനം, തിരുവനന്തപുരം.